ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിക്ക് 75-ാം പിറന്നാൾ ആശംസകൾ അർപ്പിച്ച ട്രംപ് ഇപ്പോൾ ഇന്ത്യയുമായി മൃദു സമീപനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചനകൾ നൽകുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അധിക തീരുവ നവംബർ 30-ന് ശേഷം പിൻവലിക്കുവാനുള്ള സാധ്യതകളുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ പ്രസ്താവിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. വ്യാപാര മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പ്രശ്നങ്ങൾക്ക് ഏകദേശം 10 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിഹാരമുണ്ടാക്കുമെന്ന് നാഗേശ്വരൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും നല്ല ഒരു വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് ഉടനെ തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് 50% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് ഇന്ത്യയെപ്പോലെ പിഴച്ചുങ്കം ചുമത്തിയില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അതിനിടയിൽ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമെന്ന് യൂറോപ്യൻ യൂണിയനും പ്രസ്താവിച്ചു. ഇന്ത്യയുമായി പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക മേഖലകളിൽ പുതിയ സഹകരണം ഊട്ടിയുറപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയനും പ്രസ്താവിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമാണ് ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികൾ. ഇന്ത്യ വളരെയധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മേഖല കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളും. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമാണ് ഇന്ത്യക്ക് വ്യാപാരത്തിൽ മിച്ചമുണ്ടാക്കുന്ന രണ്ട് മേഖലാ രാഷ്ട്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയും യൂറോപ്യൻ വിപണിയും വളരെ വിലപിടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കി തന്നെ ഇന്ത്യ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും വിപണി കളയാതെ സൂക്ഷിക്കുമെന്നാണ് വ്യാപാര രംഗത്തെ വിദഗ്ധർ പ്രവചിക്കുന്നത്. എങ്കിലും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ചോളം ഇറക്കുമതിക്ക് അനുമതി നൽകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഇന്ത്യയിലെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്.